മനമയക്കുന്ന പൂക്കളും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് ഷോയും ഒക്കെ കാണാൻ ആയിരങ്ങളാണ് കനകക്കുന്നിലേക്ക് ഇപ്പോഴേ എത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് ഈ നവ്യാനുഭവം ഒരുക്കിയിരിക്കുന്നത്. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ. കനകക്കുന്നിൽ ന്യൂ ഇയറോടനുബന്ധിച്ച് വസന്തോത്സവത്തിനും ലൈറ്റ് ഷോയ്ക്കും തുടക്കമായിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, പെട്ടെന്ന് കണ്ടുവരാം. പുഷ്പങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ച. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പുഷ്പമേളയും ലൈറ്റ് ഷോയും കാണാൻ ജനസാഗരമാണ് കനകക്കുന്നിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. And this exhibition looks very good, very nice arranged. The lighting arrangements was also really well done. Illuminating joy, spreading harmony എന്നതാണ് ഇത്തവണത്തെ ലൈറ്റ് ഷോയുടെ ആശയം. കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെയും ഒത്തൊരുമയുടെയും സാമൂഹിക ഐക്യത്തിന്റെയും സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വൈവിധ്യമാർന്ന ലൈറ്റുകളും രൂപങ്ങളും അടങ്ങിയ ലൈറ്റ് ഷോ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയാണ്. ₹50 എൻട്രി ടിക്കറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്റ്റോൾസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അവിടുന്ന് ചെടികൾ പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ ഡിസ്പ്ലേസിനുള്ളതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35,000-ലധികം പൂച്ചെടികളാണ് വസന്തോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത്. കൂട്ടമായി പൂത്തുനിൽക്കുന്ന ക്രിസേന്തമം ഫെസ്റ്റിവലാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം. ന്യൂ ഇയർ കഴിഞ്ഞാലും ജനുവരി 4 വരെ കനകക്കുന്ന് ഇതേപോലെ ഓണായിരിക്കും. അപ്പൊ ഇതൊക്കെ നേരിട്ട് കാണേണ്ടവർ നേരെ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് പോന്നോളുക. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.